ആദ്യത്തെ അമ്മ അതാണ്. ആദ്യത്തെ അമ്മയാണായിരുന്നു. ഇവിടെ അങ്ങോട്ട് വന്നത്. അമ്മയുടെ അടുത്തോട്ട് ഓടി പോന്ന് നോക്കിയാണ് കഷ്ടം. എന്താ പുറകെ പോയി നോക്കി ഒളിച്ചിരിക്കുന്നു. അപ്പച്ചന്റെ കൂടെ ഒന്ന് നിന്നേ. നീ ഒന്ന് കൺട്രോൾ ചെയ്താൽ മതി. പറഞ്ഞ് ഇങ്ങനെ ഞങ്ങളുടെ ഗസ്റ്റ് എത്തിയിട്ടുണ്ട്. നോക്കാം, ഞങ്ങളുടെ ഗസ്റ്റിനെ കാണട്ടെ. ദൈവമേ, ഇതാരാണ്? പൂപ്പിയാ? പൂപ്പി കൊച്ചാണോ ഇത്? അയ്യടാ, ഇതാണ് ഞങ്ങളുടെ ഗസ്റ്റ്. അമ്മക്ക് ഒരു ഗസ്റ്റ് ഉണ്ടെന്ന്. ഇനിയിപ്പം പിന്നെ ഇവിടുത്തെ 2 ആശാന്മാരുമായിട്ട് പിന്നെ ഒന്ന് പരിചയപ്പെടുത്തണം. കാര്യം ഇയാളൊരു 2-3 മാസത്തേക്ക് ഇനി ഇവിടെ ഉണ്ടാവും. അപ്പൊ നമുക്ക് അയ്യോ, ഇതാരാണിത്? സുന്ദരി പെണ്ണാണ്. പേടിച്ചിരിക്കുക വാ. പരിചയപ്പെട്ടോ? ദൈവമേ, അങ്ങോട്ട് അടുത്തോട്ട് വന്നേ. അതിന്റെ സ്വഭാവം മാറുന്നുണ്ട. പൂപ്പി നീ ഇവിടാണ്. ഇങ്ങോട്ട് നോക്ക്, നീ ഇവിടാണ്. ഞങ്ങളാണ് ഇനി. ഇവിടെ 2 പേരുണ്ട്, നമുക്കൊന്ന് കാണണ്ടേ? നീ ഞങ്ങളാ നോക്കുന്നേ പൂപ്പിയെ. ഇനി ഒരു 3 മാസം കഴിഞ്ഞ അമ്മയെ കാണാൻ പറ്റൂ. ഇല്ല മറ്റേ ഞാൻ ലിയോയെ ഒന്ന് ആദ്യം കൊണ്ടുവരാം. ലിയോയെ നോക്കട്ടെ ലിയോയെ കൊണ്ടുവന്ന് പരിചയപ്പെടുത്താം. അതെടുത്തിട്ട് ലീഷ് എടുത്തിട്ട് പൂപ്പി നിന്റെ അമ്മയെ നോക്ക്. ഇപ്പൊ ഞാനാ പുതിയ അമ്മ. പുതിയ അമ്മ അത് പഴയ അമ്മയാണ് കേട്ടോ. ആദ്യത്തെ അമ്മ അതാണ്. ഇവിടെ അങ്ങോട്ട് വന്നത്. പൂപ്പി കുഞ്ഞ് അവരെ കാണുമ്പോ എന്തായിരിക്കും? ിയെ പറഞ്ഞ് മനസ്സിലാക്ക്. ഞാൻ കൊറേ പറഞ്ഞിട്ടുണ്ട്. വീട് മാറിയെങ്കിൽ നമുക്ക് അറിയാം കേട്ടോ. കളിക്കാനാണ്. അല്ലെങ്കിൽ തൊടലിൽ പിടിച്ചാലും മതി. പിടിച്ചോളാം. പൂപ്പി എല്ലാരും ഒന്ന് പരിചയപ്പെടട്ടെ. മണത്തൊക്കെ കളിക്കാൻ ഒന്നും ചേരുത് കേട്ടാ. അമ്മടെയാണ്. പാവാണേ, ഒന്നും ചെയ്യല്ലേ. പാവാണേ. അമ്മടെ പൂപ്പിയാണ്. മക്കളെ എന്താണ് കടിക്കാൻ വരല്ലേ? എനിക്ക് അമ്മയുടെ അടുത്തോട്ട് നോക്കുക. അമ്മയുടെ അടുത്ത് പരിഭവം പറയുമായിരിക്കും കേട്ടോ. എന്റെ അമ്മടെ ആട്ടോ. അമ്മ എടുത്തോളാം എന്നെ. അമ്മയാണോ? കുഞ്ഞിന്റെ അമ്മയാണോ അത്? ആണോ? അയ്യോ, എന്നെ എടുത്തോളാൻ. കഷ്ടം, എന്നെ എടുത്തോളാൻ. അയ്യോ, എന്നെ ഈ വലിയ ചേട്ടൻ ശരിയാക്കുമെന്ന്. ഇല്ല, പോകുന്നു. ഞങ്ങൾ തല്ലുമെന്ന് പറഞ്ഞേര്. ആടാടെ മാറി നിന്നു. മറന്നു. നമ്മുടെ കേട്ടോ, നിങ്ങള് കൂട്ടരാ. ലിയോക്കുട്ട നമ്മുടെ കൊച്ചാണ്. കുഞ്ഞിന്റെ കളിക്കാൻ വന്നതാ. ലിയോയുടെ കളിക്കാൻ വന്നതാ. കൂട്ടുകൂടണേ. കൂട്ടുകൂടണേ. ദൈവം, മറ്റത് നീ എങ്ങനെ വന്നേണ്. ഹായ് ഹായ്, ഇതാരാണ്? ഇതാരാണിത്? ഇതാരാണ്?
വാ വാ ഒന്നും ചെയ്യത്തില്ല ഒന്നും ചെയ്തില്ല എടുത്ത് ചേട്ടത്തൊന്നും ചെയ്യത്തില്ല. അവ മണപ്പിച്ചൊക്കെ നോക്കട്ടെ. നീ കൂട്ടാ ആരാക്കളേത്? ഓ അമ്മ നോക്കുക കേട്ടോ. എന്റെ അമ്മ എവിടെ? എന്റെ അമ്മ എവിടെ? എന്റെ അമ്മ ഒന്നും ചെയ്യില്ല കേട്ടോ. കുഞ്ഞിനൊന്നും ചെയ്തില്ല. കുഞ്ഞിനോട് അവരോട് കളിക്കണം. ചെയ്യാൻ സാധ്യതയില്ല കേട്ടോ. കളിക്കാൻ നിൽക്കുക കേട്ടോ. പുതിയ ആളെ കിട്ടി സന്തോഷമോ. എടാ എടാ അതേ ആള് കളിക്കല്ലേ ഞാൻ ശരിയാക്കുമെന്നാ കൊച്ചു പറയുന്നത്. അമ്മയുടെ അടുത്തോട്ട് ഓടിപ്പോന്ന് നോക്കിയാണ് കഷ്ടം. എന്താ പുറകെ പോയി നോക്കി ഒളിച്ചിരിക്കുന്നു. അമ്മ എന്നെ എടുത്തോ അമ്മ, അമ്മ എന്നെ എടുത്തോ അമ്മ. ഞാൻ എന്തെങ്കിലും അമ്മടെ ഭാവയാ. ഇപ്പൊ ഓക്കെ ആയി. ഇനി അവളൊന്ന് അടുത്താ മതി കേട്ടോ. അവര് തമ്മിൽ അവനും കുഴപ്പമില്ല. അവൻ ഓക്കെ ആയി. അവനും ഓക്കെ. അവള് രക്ഷയില്ല. പൂപ്പി പൂപ്പി ലിയോയാ അത് കേട്ടാ. ലിയോ ലിയോടെ കളിക്കണം. പൂപ്പി ലിയോടെ കളിക്കണേ. പൂപ്പി ലിയോ എല്ലാരുമായിട്ടും നല്ല കമ്പനിയാണ്. അവനൊരു കുഴപ്പമില്ല. ലയിക്ക ഇനിയിപ്പോ എന്തോ ചെയ്യുന്നത്. അപ്പൊ ഇവനെ കെട്ടിട്ട് വേണേ. അപ്പം അവനും കൂടെ അവള് കിടന്നോ രണ്ടുപേരും കൂടെ കൂടിയാ എന്തോ ചെയ്യും. അപ്പച്ചന്റെ കൂടെ ഒന്ന് നിന്നേ. അപ്പച്ചന്റെ കൂടെ ഒന്ന് നിന്നേ. അമ്മ കൂടെ നോക്കൂട്ടോ. അമ്മ എന്നെ എടുത്തോളാം ഞാൻ പോവില്ലെന്നും പറഞ്ഞിരിക്കല്ലേ. കണ്ട ഞാൻ പോവില്ല. ലിയോ ലിയോ വെറുതെ അവിടെ കയ്യിൽ കടി മേടിക്കാൻ നിൽക്കണ്ട. ഇങ്ങോട്ട് മാറുന്നേ. നീ സ്നേഹിച്ച് എന്നിട്ട് നല്ല കടിയും മേടിച്ചിട്ട് വരും. നീ മാറങ്ങോട്ട്. ലിയോ കുട്ടൻ പാവമാണ്. അവൻ ആരും ഉപദ്രവിക്കത്തില്ല. കണ്ടാ എന്റെ കൊച്ചു പാവമാണ്. മറ്റേതെങ്ങനെയാന്ന് അറിഞ്ഞൂടാ. അത് അതിന്റെ കാര്യത്തിലാണ് എനിക്ക് ഒരു പേടി. ഇവൻ പിന്നെ പറഞ്ഞില്ല, ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഒരു കുഴപ്പമില്ല. ഇവനങ്ങ് ലോഹ്യം ആയിക്കോളും. ഇവൻ വേണം മിക്കവാറും കടി മേടിക്കും. ഇവൻ മിക്കവാറും കടി മേടിക്കും. നീ ലേക്കെ കൂടെ ഇറക്കി. അങ്ങനൊന്നും എടുക്കത്തില്ല. അമ്മയുടെ അമ്മ എന്നെ എടുത്തോ എന്നാണ് കൊച്ചു കൂടെ കൂടെ പറയുന്നത്. അമ്മ എന്നെ എടുത്തോ വിട്ടിട്ട് പോവല്ലേന്ന്. ഇനി അടുത്ത ആളിനെ ഇനി നമുക്ക് ലേക്ക് ഒന്ന് ഇറക്കാം. അയ്യോ അതാണ് എനിക്ക് പേടി. ചെയ്യത്തില്ല, അവരൊന്നും ചെയ്യത്തില്ല. നമ്മുടെ വീടാ കേട്ടോ, നമ്മുടെ വീടാ. ഇല്ല അവ വന്ന് വെച്ചോളും. ഒന്നും ചെയ്യല്ലേ കുഞ്ഞ കുഞ്ഞ കുഞ്ഞ. നോ നോ ലേക്ക നോ ലേക്ക നോ ലേക്ക ചുമ്മാ നോ നോ നോ. ഒരു കമ്പനി എടുത്തേ, ഒരു കമ്പനി എടുത്തേ. ലിയോ പേടിച്ച് പോന്നു വയ്ക്കാണ് പാവം.
ഞാൻ അകത്ത് വരുമ്പോ ഞാൻ അതിനകത്തൊന്നും പെടുന്നില്ലെന്ന് പറഞ്ഞു പോകുന്നു. മരിക്കടിയാളെ ഓ അവക്കൊക്കെ പിടിച്ചോളാൻ വയ്യാൻ നിൽക്കുക കേട്ടാ. എന്നാ ഇരിക്കുന്നുണ്ടോ? നമ്മുടെയാ മോനെ, നമ്മുടെയാ. അയ്യോ നമ്മുടെയാണ്. മോനോട് കളിക്കാൻ വന്നതാ ലേക്കാ. മോനോട് കളിക്കാൻ വന്നതാ പൂപ്പി. അണ്ട പൂപ്പിയാ പൂപ്പി. ലിയോക്കുട്ട പാവം എന്താ എനിക്ക് ഇതിനകത്തൊന്നും ഒരു പങ്കും ഇല്ലെന്ന് പറഞ്ഞാ പോകുന്നേ. ഡൗൺ പറഞ്ഞ 5 മിനിറ്റ് 2 മിനിറ്റ് ഇങ്ങനെയാണോ വീട്ടിൽ വരുന്നവരെടുത്ത് കണ്ട ലിയോയെ കണ്ടുപിടിക്കും. നമ്മുടെയാ നമ്മുടെയാ നമ്മുടെ കൊച്ചാ. നോക്കോട് കണ്ട പല്ല വാഗോട്ട് കാണിക്കുന്നുണ്ടോ? ആ വായൊന്ന് അടഞ്ഞു പോകുന്ന സൗണ്ട് കേട്ടാ. വെള്ളമൊന്നുമല്ല ആവശ്യം. വേണ്ട വെള്ളമൊന്നും വേണ്ട. ഓഹോ ഓള് വെള്ളമല്ല തട്ടി വെള്ളം മഴയ്ക്കൊന്നും വേണ്ട. ആ വേറെ ആളെ കൊണ്ടുവന്നോ? എന്തൊക്കെയാ അവൻ ചോദിക്കുന്നത്? കൂട്ടിക്കയറ്റേ വലിയ കുട്ടിനെ കൂട്ടിക്കയറാൻ പോവാട്ടോ. പിന്നല്ല ലേക്ക നീ ഒറ്റപ്പെട്ടു പോയല്ലോ ലേക്ക. മോൻ്റെ കളിക്കാൻ നമുക്ക് പരിചയപ്പെടുത്തിട്ട് കളിക്കാം. അതായിരിക്കും. നല്ല കൂടാണല്ലോ, നല്ല കൂടാണല്ലോ പൊന്നൂന്. അവനും അങ്ങ് കയറി കൂട്ടിരിക്കണേ. കൂട്ട് കുപ്പിയുടെ കളിക്കണം കേട്ടോ അവന്. ഫാനിട്ട് തരും അച്ഛൻ. ഫാനിട്ട് ആരാ നോക്കിക്കേ. അവിടെ കിടക്കത്തില്ല. ഇവിടെ നോക്ക് അവിടെ നോക്കിക്കേ. ലേക്കയുടെ കൂട്ടിൽ ആരാണ്? ലിയോയും വന്നല്ലോ. ലിയോ ആരാണ്? ലിയോ കുട്ടൻ ആരാണ്? അയ്യോ സ്വർണ്ണ ഇപ്പൊ നീ ശരിയാക്കും നിന്നെ. നോക്കിട്ട് വരട്ടെ. പറഞ്ഞിട്ട് കയറിയാ മതി കേട്ടാ. ഇപ്പൊ കയറണ്ട കേട്ടോ. അവിടെ ഇരിക്കേ. പൂപ്പി എന്താ പറയുന്നത് നോക്കട്ടെ, ചോദിക്കട്ടെ. വാ എന്താ പൂപ്പി എന്താ? വാ ഒന്നും പറയല്ലേ കേട്ടാ. വലിയ പ്രശ്നമാ. പൂപ്പി എന്താണ്? ഒന്നുമില്ല. പൂപ്പി ഇവിടെ നിന്നോ ഇനി കേട്ടാ. പൂപ്പി ഇനി ഇവിടെ നിക്കുന്നേ. ഒന്നുമില്ല. പൂപ്പി വാ. ഒന്നും ചെയ്തില്ല.
ഇത്രയുള്ള പോവാണോ ലിയോ? ലിയോ പോവാ. ലിയോ പോയി. ലിയോ ഉമ്മയൊക്കെ കൊടുത്തിട്ട് പോയി. ലിയോ പോയി. പൂപ്പിയും കുഴപ്പമില്ലാതെ നിൽക്കുന്നു. പതുക്കെ ലേക്കയും കൂടെ ഒന്ന് ഓക്കെ ആക്കണം. ഓക്കെ ആക്കിയേ പറ്റത്തുള്ളു. അപ്പോൾ ആള് കുറച്ചാൾ കൂടെ ഉണ്ടാവും അല്ലേ മക്കള്? കുറച്ചാൾ കൂടെ ഉണ്ടാവത്തില്ലേ? ഇപ്പൊ വിരുന്ന് വന്നല്ലേ? കുറച്ചാൾ ഇവിടെയൊക്കെ നിന്ന് ഇവിടെയൊക്കെ കണ്ടു എല്ലാവരുമായിട്ട് കൂട്ടൊക്കെ കൂടി കേട്ടാ. കൂട്ടുകൂടുവോ? എച്ചുമ്പോ കൂട്ടുകൂടുവോ? എച്ചുമ്പോ കൂട്ടുകൂടാമോ? കൂട്ടുകൂടാങ്കി തുറന്ന് അകത്ത് കയറ്റാം. കൂട്ടുകൂടാമോ മക്കള്? കൂട്ടുകൂടാങ്കി അകത്ത് കയറ്റും. എന്താ വേണ്ട, അവളെ എപ്പോഴും കേട്ടണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല വിശ്വാസം പോരാ. ചിലപ്പോൾ അവള് കടി പറ്റിക്കും. എന്നാ പിന്നെ കയറാം. നാളെ പിന്നെ കയറാം കേട്ടാ. ഓക്കെ, ഇനി നാളെ പരിചയപ്പെടുത്തലിന്റെ 2ാം ദിവസമാണ്. ഇതുവരെ ലേക്ക നമ്മുടെ പൂപ്പിയായിട്ട് അടുത്തിട്ടില്ല. ഇന്ന് നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് അടുപ്പിക്കണം. അതിനുള്ള പരിപാടികൾ നോക്കുകയാണ്. നീ അവിടെ ഇരിക്കേ. ഓക്കെ, അപ്പൊ ഇനി ഞാൻ പൂപ്പിയെ കൊണ്ടുവരാം. അവിടെ ഇറങ്ങാതിരിക്കും. അപ്പൊ പൂപ്പിയെ കൊണ്ടുവരട്ടെ. ലിയോ പൂപ്പിയെ കൊണ്ടുവരട്ടെ. അവിടെ ഇരിക്കേ. കെട്ടട്ടെ. ഇങ്ങോട്ട് വാ. വരി. വാ വരി. ലിയോ കുട്ടാ, നമ്മുടെ പൂപ്പിയാ. ലിയോ ആയിട്ട് നല്ല അടുപ്പമായിട്ടുണ്ട് കേട്ടോ. വാ പൂപ്പി വാ. No, down. 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 ലേക്ക് അവിടെ ഇരിക്കേ. ഒന്നും ചെയ്യരുത്. ലേക്ക down. ലേക്ക down. അവിടെ അനങ്ങരുത്. ഒന്നും പറയരുത്. ലിയോ ഈ വഴക്കിന്റെ ഇടയിൽ നിന്നൊക്കെ പോയി. അവന് വഴക്കുണ്ടാക്കാൻ വയ്യ. ഒന്നും പറയാല്ല. ലേക്ക് അവിടെ ഇരിക്കേ. ഡൗൺ. ലേക്ക് ഡൗൺ. ലിയോ ഞൊന്നേ. വാ ലിയോ കൂടെ ഞൊന്നേ. മക്കളെ ഞൊന്നേ. അണ്ട് ഇതേ. നോക്കിക്കോ. ഇതിനെ നോക്കിക്കോളാം കേട്ടാ. നമ്മുടെ ഇപ്പൊ ലിയോയും പേടിയായി തുടങ്ങിയ. ഒന്നും ചെയ്യത്തില്ല. വാ. ഒരു വിധത്തിലും അടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലല്ല. എന്തായാലും അഴിച്ചു വിടട്ടോ. കണ്ണനുള്ളത് കൊണ്ടൊരു ധൈര്യമാണ്. അനങ്ങരുത്. അമ്മടെ ഏട്ടാ മക്കള് വഴക്ക് പറയല്ലേ. ഒന്നും പറയരുത് കേട്ടാ.
നമ്മുടെയാണേ മക്കള് തൊടല്ലേ. അടിക്കുക ഞാൻ, അടിക്കും ഞാൻ. ഭീഷണിപ്പെടുത്തിയോ എൻ്റെ കൊച്ചിനെ? എൻ്റെ മക്കളെ ഭീഷണിപ്പെടുത്തിയാ? കൊച്ചുമ്മ നമ്മുടെ ഏട്ടാ, നമ്മുടെ ഒന്നും ചെയ്യല്ല. നമ്മുടെ ഒന്നും ചെയ്യരുത് കേട്ടാ. അതെ, പൂപ്പി 2-3 മാസത്തേക്ക് നമ്മുടെ കൂടെ ഉണ്ട് അല്ലേ പൂപ്പി? 2-3 മാസത്തേക്ക് നമ്മുടെ കൂടെ. ഇവരുടെ ഒക്കെ കൂടണേ കൊച്ചുമ്മ. വിഷമിച്ചിരിക്കുവാടാ, പോടാ പിണക്കോ എൻ്റെ കൊച്ച്. ഇരിക്കവിടെ. നീ ഒന്ന് കൺട്രോൾ ചെയ്താൽ മതി. പറഞ്ഞ് ഒന്നും ചെയ്യില്ല കേട്ടോ, പാവമാണ്. അതൊക്കെ അവളോർക്കും അവളോ അങ്ങനെ ആക്കല്ലടാ. അങ്ങനെ നിന്നെ നോക്കുന്നു. നീ എന്തായാലും പറയുന്നതെന്ന് അറിയാനായിട്ടാ. നിന്റെ കമാൻഡിന് നോക്കിയിരിക്കുക പുള്ളി. ഒന്നും ചെയ്യരുത് കേട്ടോ. കൈയും കാലവും തരത്തില്ല. അവൾ അത്രയും ഷാർപ്പായിട്ട് നിൽക്കുക കണ്ടോ. എങ്ങനായി തീരുന്നു എന്താ. മക്കളൊന്നും ചെയ്യല്ല മക്കളെ, അവക്ക് പേടിയാണ്ട, അതിന് പേടിയാണ്. പിന്നെ ഒന്നും നോക്കിയിട്ട് ഒരു രക്ഷയില്ല. ഇനി ഒന്നുകൂടെ കുറച്ചുകൂടെ ശ്രമിക്കാം. മാസ്ക് ഒക്കെ ഇട്ട് ഒന്നുകൂടെ ഒന്ന് ശ്രമിച്ചു നോക്കുക. അല്ല ഒരു രക്ഷയില്ല, ഒരു വിധത്തിലും എടുക്കുന്നില്ല. ലേക്കയുടെ പൊതു സ്വഭാവമാണ് ഇത്. വേറെ ഒരു ജീവിയായിട്ടും യാതൊരു അടുപ്പം ഉണ്ടാകത്തില്ല. ലേക്ക വാ. അപ്പൊ ഇന്ന് 3-ാം ദിവസമാണ്. ഇതുവരെയും ലേക്ക പൂപ്പയായിട്ട് അടുത്തിട്ടില്ല. അപ്പൊ ഇനി എനിക്ക് തോന്നുന്നില്ല, നമ്മൾ അടച്ചിട്ടിട്ടാണ് ഞങ്ങൾ എന്തെങ്കിലും ഇവിടെ നിന്ന് പുറത്തോട്ട് ഇറക്കുന്നത്. ജനലടച്ചേക്കാം. അവിടെ ഇരുന്നോ. പൂപ്പി അവിടെ ഇരിക്കേ. പൂപ്പി അവിടെ ഇരിക്കേ. പൂപ്പി ഇരിക്കേ. അവിടെ ഇരുന്നേ മക്കളെ, ഇരിക്കേ. അവിടെ മിടുക്കി. മിടുക്കിയാണ്. ഒരു പിന്നെ ശ്രദ്ധ അങ്ങോട്ട് പോകുന്ന കാര്യം, ആള് ഭയങ്കരമായിട്ട് പിന്നെ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്, പേടിയാവുന്നു. എന്താ വേണം? ലേക്ക ശബ്ദം ഉണ്ടാക്കല്ലേ. അപ്പുറത്ത് ലേക്ക, അപ്പുറത്ത് പോ. ലേക്ക മിണ്ടരുത്, നീ മിണ്ടരുത്. അവിടെ ഇരിക്കേ. മക്കൾക്ക് വെച്ചിട്ട് തരാം. അത് തിന്നുണ്ടൊക്കെ പോയരെ. ജിയോച്ചുണ്ട്. പോയരെ. ഓക്കെ. പൂപ്പി ഇനി വാ. പൂപ്പി ഇരിക്കേ. അവിടെ ചിക്കൻ ഉണ്ട്. ഇരിക്കേ. ഇരി മിടുക്കി. ഇനി വേണോ ചിക്കൻ വേണോ? ബൗന്ന് വരാ. ഇനി വാ. ഇരിക്കേ. അവിടെ ഇരിക്കേ. മിടുക്കി. ഇനി വേണോ ചിക്കൻ വേണോ? കൈതാ. കൈ ഒന്ന് തന്നെ. കൈതാ. വേണ്ടേ? ഇരിക്കേ. പൂപ്പി ഇരിക്കേ. ഇങ്ങോട്ട് ഇരുന്നേ. ഇരിക്കേ. മിടുക്കി. ഇനി വേണോ? മിടുക്കി. അപ്പൊ ഇനി കഴിവിന്റെ പരമാവധി ഞാൻ നോക്കുന്നത് ലേക്കയെ ഒന്ന് അടുപ്പിക്കാൻ. വേറെ പ്രശ്നമൊന്നുമില്ല. ലേക്കയും കൂടെ ഒന്ന് അടുത്താൽ
ഇവർ 3 പേരെയും കൂടെ ഇരുത്തി പുതിയ ആളിനെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിപ്പിച്ചെടുക്കാമായിരുന്നു. അതാണ് നോക്കുന്നത്. ഇപ്പോൾ ഇതിപ്പോൾ ഒറ്റയ്ക്കാവും, അല്ലെങ്കിൽ ലീവയെ ഇറക്കണം. ലീവയും കൂടി ഇനി ഇറക്കി കഴിഞ്ഞാൽ ലീക്ക് ഭയങ്കര ബഹളം ഉണ്ടാക്കും. 2 പേരായതുകൊണ്ടാണ് ഇത്തിരിയെങ്കിലും കൺട്രോളിൽ നിൽക്കുന്നത്. അപ്പം നോക്കാം, പരമാവധി നമുക്ക് ശ്രമിക്കാം. ഇപ്പം 3 ദിവസം കൊണ്ട് ഒരു രക്ഷയില്ല, എടുക്കത്തില്ല. പിന്നെ ഇറക്കിയാൽ പ്രശ്നമാണ്. ശരി, നമുക്ക് ഇനിയുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. ഇവിടെ പുതിയൊരാൾ വന്നിട്ട് ഇപ്പം ഇന്ന് 7 ദിവസമായി. ഈ 7 ദിവസമായിട്ടും നമ്മുടെ ലേക്കായിട്ട് ഇതുവരെ അടുത്തിട്ടില്ല. ഇപ്പോഴും അവളെ പ്രശ്നം ഉണ്ടാക്കുകയാണ്. അപ്പം പിന്നെ ഇന്നൊന്ന് നോക്കാം. ഇപ്പം പിന്നെ പൂപ്പിയെ കൊണ്ടുവരുമ്പോൾ നമുക്കൊന്ന് നോക്കാം. പൂപ്പി എല്ലാവരുമായിട്ടൊക്കെ നല്ല ലോഹ്യമായി. ഇഞ്ഞോ അവിടെ ഇരിക്കേ അവിടെ പൂപ്പി ഭയങ്കര കാര്യമാവും. പൂപ്പി പാവല്ലേ ഞങ്ങളെ? പൂപ്പി നീ വന്നിട്ടാണല്ലോ നമുക്ക് ഇവിടെ കുപ്പി പാവാണേ. കുപ്പി പാവോ നോക്കിയാണ് പോയാ മതിയായിരുന്നു പറഞ്ഞ് നിൽക്കുക കക്ഷി. അപ്പുറത്താക്കിയേ നീടെ പോന്നു. എന്റെ പൊന്നെ എന്തോ ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ തലയിട്ടുണ്ടോ? തലയൊക്കെ വെളിയിട്ട് എടീ തല പോടി പെണ്ണ അതിന്റെ. എങ്ങനെയെങ്കിലും ഇറങ്ങണം. ഇരിക്കുന്ന ഇരിപ്പ് വയ്ക്കണം. എൻ്റെ കൊച്ചു നിസ്സഹായനായിട്ട് നോക്കിയാണ് എന്താ ചെയ്യുന്നത് ഇവരുടെ 2 പേരുടെ ഇടയിൽ. ലിയോക്കോട്ടനാണ് വിഷമിക്കുന്നതിന് ഇടയിൽ കിടന്ന്. അവന് അവളുടെ അടുത്തും കുഴപ്പമില്ല, ഇവളെ ഒന്ന് അംഗീകരിപ്പിക്കാൻ നോക്കിയിട്ടതിന് ഒക്കുന്നുമില്ല അല്ലേ മോനെ? വഴക്കൊക്കെ പറഞ്ഞു നോക്കുക, എന്നിട്ടൊന്നും രക്ഷയില്ല. അവള് കടിച്ചിരുന്നില്ല അവന്റെ നേരെ. പറയുന്ന കേക്കേ, നീ എന്താ അനുസരണ ഇല്ലാത്ത? തലയങ്ങ് വെളിയിൽ വന്നിട്ട് ഞാൻ എങ്ങനെയെങ്കിലും അങ്ങ് പിടിക്കട്ടെന്ന് പറഞ്ഞിരിക്കുക. പുപ്പി പേടിക്കണ്ട കേട്ടാ, പുപ്പി പേടിക്കണ്ട, പിടിക്കാൻ വരത്തില്ല. ലൈറ്റ് വേണോ? ലൈറ്റ് വേണോ? ലൈറ്റ് തരും, ലൈറ്റ് തരും. ലിയക്കൂട്ടൻ അത് കണ്ടിട്ട് അന്തം പൊട്ടിക്ക് എന്നെ കയറ്റുന്നില്ല ചേച്ചി പറഞ്ഞു വിട്ടോ എന്നെ. വാ പൂപ്പി കയറിപ്പോര്. കുപ്പി അവളെ പിടിച്ചിട്ടുണ്ടാ? പിടിച്ചിട്ടുണ്ടോന്ന് അങ്ങോട്ട് എനിക്ക് തോന്നുന്നില്ല ഇവര് തമ്മിൽ അടുക്കുമെന്ന്. പ്രത്യേകിച്ച് ലേക്ക് അടുക്കാൻ ഒരു സാധ്യതയും കാണുന്നില്ല. കാര്യം ഇപ്പൊ 7 ദിവസമായിട്ടും ആ കൊണ്ടുവന്ന് അന്ന് എങ്ങനെ നിന്നോ അതൊന്നും ഒരു മാറ്റവും ഇല്ല. അതൊരു ഇനിയിപ്പോ ഇവരെ വെളിയിലിറക്കുമ്പം ഇവളെ അകത്തിടാം, അവരെ അകത്തിട്ടിട്ട് ഇവളെ വെളിയിറക്കാം, അതേ നടക്കത്തുള്ളൂ. 3 മാസം നമുക്ക് എങ്ങനെയല്ലേ അഡ്ജസ്റ്റ് ചെയ്ത് പോയേ പറ്റും. ലിയോവിനെ വേറെ ഒരാളെ കൊണ്ടുവരാക്കത്തില്ല, മനസ്സിലായില്ല?
ഒരാളെ ഇങ്ങോട്ട് കയറ്റത്തില്ല. ഒരാളെ ഇങ്ങോട്ട് കയറ്റത്തില്ലുള്ളൂ. അവർ രണ്ടും അല്ലാതെ വേറൊരാൾ വേണ്ടെന്നാ. അടച്ചേരെ കൂട്ടിനകത്താക്കിയേരെ. ശരി, ഇനി അടുത്ത പരിശ്രമം വീണ്ടും നമുക്ക് കാണാം, അറിയിക്കാം. ഓക്കെ.